അവൻ പറയുകയാണ് വേണ്ടത്. സത്യം ചെയ്തതും വാക്ക് കൊടുത്തൊക്കെ അങ്ങ് മാച്ചളന്നേക്കണം. അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. ടെൻഡർ വെക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോ ഗോവിന്ദ ഇല്ലടോ ബക്കറേ, ഇതുകൊണ്ടൊന്നും അവള് ജയിക്കില്ലെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. സാറേ, ജോത്സ്യനൊന്നുമല്ല, പോലീസാണ്, പോലീസ്. ചിലപ്പോ ചിലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല. നമ്മളും മനുഷ്യരല്ലോ. ഈ ടെൻഡർ കിട്ടിയ ഗ്ലോറി തിരിച്ചു വന്നാൽ പിന്നെ തന്നോടൊന്നിനും ഞാൻ തർക്കിക്കില്ല. താൻ പറയുന്ന സകല പോളിസികളും ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. ടെൻഷൻ വേണ്ട സാറേ. കാര്യം ഒന്നറിയോ, നിങ്ങൾ എന്നെക്കാളും കുറച്ചുകൂടി നല്ലവനായിപ്പോയി. അതാണ് കുഴപ്പം. ഞാനിപ്പോഴും നടുവില. നല്ലതാവാനും ചീത്തയാവാനും ഒരേ ദൂരം. കാര്യങ്ങൾ എളുപ്പമാ. സാറ് ചെല്ല്, ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വരാം. പണി കിട്ടുന്ന പോലീസുകാരന് സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുന്ന ഒരൊറ്റ വഴിയുള്ളൂ. നമുക്കൊന്ന് കൂടാം. ഇന്ന് പോകാൻ രണ്ടാൾക്കും. താങ്ക്സ്. ദേവന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് യമുന പൂർണ്ണമായ റെസ്റ്റാ അവർക്ക് ആവശ്യം. അത് ശ്രദ്ധിക്കണം. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് വീട്ടിലെയോ ഓഫീസിലെയോ പ്രശ്നങ്ങൾ അവർക്ക് മുന്നിൽ ചർച്ച ചെയ്യാതെ നോക്കണം. ഒരു ചെറിയ ടെൻഷൻ പോലും വേണ്ടെന്ന് കരുതിയിട്ട. പിന്നെ ചെക്കപ്പിന് കൃത്യമായി അവരെ കൊണ്ടുവരണം. എന്ത് അസൗകര്യം ഉണ്ടായാലും ചെക്കപ്പ് ഡേറ്റ് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഓക്കെ, ടേക്ക് കെയർ. ഡോക്ടർ, ഡിസ്ചാർജ് ചെയ്യുമ്പോ യമുന പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുമെന്ന് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ പറഞ്ഞ നിർദ്ദേശങ്ങള് ഒന്നും എന്നോട് ഒളിക്കുന്നില്ലെന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ഇത് ഹൈലി പൊസസീവായ ഒരു ഭർത്താവിന്റെ ചോദ്യമാണ്. തലയ്ക്ക് മാരകമായ മുറിവേറ്റ ഒരാൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. പൊസസീവ്നെസ് ആയിരിക്കാം, പക്ഷേ അതിനേക്കാൾ ഉപരി അസ്വസ്ഥമാണ് എന്റെ മനസ്സ്. സത്യത്തിൽ ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട് ഡോക്ടർ. ആ പേടി മാറ്റുന്നതാണ് ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി. ഡിസ്ചാർജ് ആവുന്നതോടെ ഒരു പേഷ്യന്റിനോടുള്ള ബാധ്യതകൾ അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. സമാധാനമായിട്ട് പൊയ്ക്കോളൂ.